ഉപയോഗിക്കേണ്ട ചോദ്യമാണ്. എന്താണ്? ഒന്ന് ഇംഗ്ലീഷ് പറയും, ഒന്ന് മലയാളം പറയുന്നു. ഒന്ന് ഇംഗ്ലീഷ് ഒന്ന് മലയാളം പറയുന്നത്. മലയാളത്തില് പറയില്ല. ആരെ ഇംഗ്ലീഷ് പറയുന്ന ആരാ മലയാളം പറയുന്നത്? രണ്ടും എന്താണ് റേഡിയോയും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം? ആർക്കറിയില്ല? ഇത്രയും ബുദ്ധിയുള്ള നേരത്തെ മൂവി വെള്ളം വെച്ച ആൾക്കാർക്കൊന്നും പറയാനില്ല. ഓക്കെ, അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞേക്കാം. റേഡിയോ ഓഫ് ചെയ്യാം. റേഡിയോ ഓഫ് ചെയ്യാം. അതല്ല, റേഡിയോ പാടും, അഹങ്കാരം പാടില്ല. ഇതുപോലത്തെ ഇനിയും നല്ല നല്ല തമാശകൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഓക്കെ, വീണ്ടും കുറച്ചുകൂടെ സമയം കൂടി പരിപാടികളാണ് തോന്നി. ഇനി തമാശ പറഞ്ഞ മിക്കവാറും ഒന്ന് രണ്ട് കടങ്കഥയായി വളരെ വളരെ ഈസി ആയിട്ടുള്ള കടങ്കഥയെ തുടങ്ങാം. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. അതൊക്കെ എല്ലാവർക്കും അറിയേണ്ടതാണ്. അത് പണ്ട് മുതലേ നമ്മൾ കേട്ട്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ആൻസർ മൈക്കിലൂടെ പറയാമെന്നുണ്ട്. കക്കൂസ് എന്നാണ് പറഞ്ഞത്. കക്കൂസല്ല, കക്കൂസല്ല. ഓക്കെ, വേറെണ്ണം. ഞെട്ടില്ല വട്ടയില്ല. ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. കുറച്ചുകൂടെ ടഫാണ്. അമ്മ കല്ലിലും മുള്ളിലും, മകൾ കല്യാണ പന്തലിൽ. ബിരിയാണിയോ? ബിരിയാണിയോ? ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണ്. അമ്മ കല്ലിലും മുള്ളിലും, മകൾ കല്യാണ പന്തലിൽ. വാഴ. വാഴ വാഴ വാഴയാണ് തരാം. എന്നല്ല അടുത്തതായി നമ്മളുടെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. സാധാരണ സ്റ്റേജ് പ്രോഗ്രാം. സാധാരണ നിങ്ങൾ കുറെ നാളായില്ലേ ഓണപരിപാടികളൊക്കെ കാണാൻ തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോഗ്രാം എന്താ? സ്കിറ്റ്. പിന്നെ വീണ്ടും സ്കിറ്റ്. പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പാട്ട് ഇഷ്ടമുള്ളവർ ഗാനോത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നുണ്ട്. അതിന്റെ ടിക്കറ്റിന് ഭാരവാഹികളെ സമീപിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു ലാസ്റ്റ് ടൈം. സോ അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത്. പാട്ട് ഇഷ്ടമുള്ളവരോട് പറഞ്ഞാണ്. ബാക്കി എന്തൊക്കെ പരിപാടിയാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഡാൻസ്. പക്ഷേ അടുത്ത നമ്മളുടെ പരിപാടി ഒരു ഡാൻസ് ആണ്. പക്ഷേ ഒരു കുട്ടികളുടെ ഡാൻസ് ആണ്. കുട്ടികളുടെ പരിപാടി ആരും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടം കുട്ടികളുടെ പരിപാടിയാണ്. അതുകൊണ്ട് ആദ്യം ഒരു നല്ല കുട്ടികളുടെ പരിപാടി. 1982